എൻ്റെ റോസ് കണ്ട എൻ്റെ റോസ് നിറയെ പൂത്ത് നിറയെ മുട്ടുകളെല്ലാം വന്ന് നിറയെ മുട്ട് നിറയെ മുട്ട് അടിപൊളി എൻ്റെ വലിയ പൂക്കളായിട്ട് സാധാരണ ഞാനിതിലിപ്പോൾ റോസിൽ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ വെയിലാണ്. നമ്മൾ മാവ് ദോശ അപ്പം ഇതൊക്കെ കലക്കി ചുട്ടിട്ട് ലാസ്റ്റ് കൊണ്ട് മാവുണ്ടല്ലോ, ആ മാവ് ആ പാത്രം കഴുകി അതിനെ നമ്മളെടുത്ത് കുളിക്കാൻ വയ്ക്കണം. വെച്ചിട്ട് അതിൽ ഇച്ചിരി നാരങ്ങ തോട് കേട്ട് വയ്ക്കുമല്ലോ, അത് വെച്ചിരിക്കണം, തേയിലപ്പൊടി. എന്നിട്ട് പിന്നെ സവാളയുടെ തൊലി അതും വെള്ളത്തിലിട്ട് വയ്ക്കും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കും. അതിനിപ്പോൾ ഇത്രയും ഇങ്ങനെ ഒരുമിച്ച് ഇത്രയും നിറയെ മുട്ടും ഇപ്പം അങ്ങനെയെങ്കിൽ കൂടുതലായിട്ട് വന്ന് നല്ല തളപ്പൊക്കെ വന്ന് കേട്ടോ. നല്ല കാണാൻ രസമല്ലേ റോസ? അടുത്ത തളപ്പ് വരുന്നുണ്ട്. നമ്മൾ ഈ പൂ വരുന്നതിനേക്കാളും നമ്മൾ നോക്കേണ്ടത് കൂടുതൽ തളർപ്പ് വരണമെന്നാണ്. ഒക്കെ പൂപ്പഴ ഒരു കുഞ്ഞു കമ്പ് കൊണ്ടുവച്ചതാണ് ഞാൻ. ഒരു കമ്പ് വെച്ച് ഒരു വീട്ടിൽ നിന്ന് നമ്മളൊരു ബന്ധത്തിൽ അവിടെ നിന്ന് മരുമോടെ വീട്ടിൽ പോയപ്പോൾ ഒരു കൊച്ചു കമ്പ് കൊണ്ടുവന്ന് വെച്ച് അതിനാണ് ഇങ്ങനെ ഇത്രയാക്കിയപ്പോൾ ഇത്രയും പോകുന്നു. അല്ലാതെ ചെറിയ പൂ ഓരോന്ന് 2-3 മുട്ട പൂക്കളെ വരുള്ളൂ. ഇത്രയും പോകുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് സന്തോഷമില്ലേ? എൻ്റെ എല്ലാ ചെടികളും ഞാനിങ്ങനെ ചെറിയ കമ്പുകൾ കൊണ്ടുവന്ന് വെച്ച് അതിനെ വളർത്തി വലുതാക്കി അതിലൊരു പൂക്കൾ വരുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം. എല്ലാം അങ്ങനെ തന്നെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ റോസാ വിശേഷം. കണ്ടല്ലോ എല്ലാവരും. നമ്മൾ റോസയിൽ എന്തുകൊണ്ട് പൂ വരുന്നില്ല, എന്തുകൊണ്ട് ആദ്യം തളിപ്പ് വരണം. ശരി, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നന്ദി.